Good morning, all. Silent prayer എടുത്തു 2 മിനിറ്റ് കേട്ടോ. Okay. ന്യൂ ഇയർ ആയിട്ട് ആദ്യം കാണുന്നത് നിങ്ങളെയാണ്. നോക്കട്ടെ ഈ വർഷം എങ്ങനെയുണ്ടെന്ന്. എന്തായാലും എല്ലാവർക്കും സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും പുതുവത്സരം. ഓക്കെ, ഇതാരെ വീഡിയോ ഓഫ് ചെയ്ത്? ജീലാനി വീഡിയോ ഓഫ് ആണല്ലോ. ജീലാനി വീഡിയോ ഓഫ് ആണ്. ആ, ഫാത്തിമ ഇസ്മായിൽ വീഡിയോ ഓഫ് ആണല്ലോ. ഫാത്തിമ ഇസ്മായിലിന്റെയും ജീലാനിയുടെയും. അമാന
ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പ്രോബ്ലം ആണ് ചെയ്തോണ്ടിരുന്നത് അല്ലേ? നമുക്ക് ഒരു ലെൻസ് തന്നിട്ട് ഞാൻ പറയുവാണ് ഈ ലെൻസിന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ ഈ ലെൻസിൽ ആകെ ഫോം ചെയ്യുന്നത് വിർച്വൽ ആയിട്ടുള്ള ഡിമിനിഷ്ഡ് ഇമേജ് ആണെന്നാണ് ഞാൻ പറയാം. ഓക്കെ, അല്ലാണ്ട് വേറെ എൻലാർജ്ഡ് വിർച്വൽ ഇമേജ് ഇതിനകത്ത് ഫോം ചെയ്യില്ല. ഇതിനകത്ത് ഫോം ചെയ്യുന്ന ഇമേജ് ഡിമിനിഷ്ഡ് വിർച്വൽ ഇമേജ് ആണ്. അത് ഏത് ലെൻസ് ആണെന്ന് പറയാൻ പറ്റുമോ? ഡിമിനിഷ്ഡ് വിർച്വൽ ഇമേജ് ഫോം ചെയ്യുന്ന ലെൻസ് കോൺകേവ്. ഓക്കെ ഓക്കെ. നൗറിൻ ഫാത്തിമ, ഞാനൊരു ലെൻസ് കാണിച്ചിട്ട് പറയുവാണ് ഇതിനകത്ത് റിയൽ ഇമേജ് ഫോം ചെയ്യേയില്ല. ഓക്കെ, ഇതിനകത്ത് റിയൽ ഇമേജ് ഉണ്ടാവില്ല. ഏതായിരിക്കും ആ ലെൻസ്? കോൺവെക്സ് ആണോ ഫാത്തിമ സാല? കോൺവെക്സ് ആണോ? അല്ല, ഒരു അവസരമേ ഉള്ളൂ. ഫാത്തിമ സാല കോൺകേവ് അല്ലേ? അതും കോൺകേവ് ആണ്. ഓക്കെ, ഇനി അൽസാബിത്ത് ഇനി ഒരു ലെൻസ് കാണിച്ചിട്ട് ഞാൻ പറയുവാണ് ഈ ലെൻസ് വലിയ വിർച്വൽ ഇമേജ് ഫോം ചെയ്യുക. എൻലാർജ്ഡ് വിർച്വൽ ഇമേജ് ആണ് ഈ ലെൻസ് ഫോം ചെയ്യുന്നത്. ഏതായിരിക്കും? കോൺവെക്സ് അല്ലെ? കോൺവെക്സിന്റെ പേര് തന്നെ മാഗ്നിഫൈങ് ഗ്ലാസ് എന്നല്ലേ? എൻലാർജ്, വലുതാക്കി കാണിക്കുക അല്ലെ? നമ്മൾ നോക്കുന്ന വിർച്വൽ ഇമേജ് ആയിരിക്കുമല്ലോ ലെൻസിൽ കൂടെ, അല്ലാണ്ട് റിയൽ ഇമേജ് നമ്മൾ നോക്കുന്നല്ലോ. ഒരു ലെൻസിന്റെ പർപ്പസ് എന്താ? നമ്മൾ അതിലൂടെ നോക്കുമ്പോൾ കാണുന്ന ഇമേജ് അല്ലേ? അപ്പോ കോൺവെക്സ് ആകുമ്പോൾ എൻലാർജ്ഡ് വിർച്വൽ ഇമേജ്, കോൺകേവ് ആകുമ്പോൾ ഡിമിനിഷ്ഡ് വിർച്വൽ ഇമേജ്. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് പ്രോബ്ലത്തിന് ആവശ്യം വരും, അതിന് വേണ്ടിയിട്ടാ പറയുന്നത് കേട്ടോ. ഓക്കെ, എൻലാർജ്ഡ് വിർച്വൽ ഇമേജ് എന്ന് തന്നു കഴിഞ്ഞാൽ അവിടെ പിന്നെ ഏത് ലെൻസാന്ന് പറയേണ്ട കാര്യമില്ല. ഡിമിനിഷ്ഡ് വിർച്വൽ ഇമേജ് എന്ന് തന്നു കഴിഞ്ഞാൽ അവിടെ ഏത് ലെൻസാന്ന് പറയേണ്ട കാര്യമില്ല. വിർച്വൽ ഇനി റിയൽ ഇമേജ് എന്ന് തന്നു കഴിഞ്ഞാൽ അവിടെ ഏത് ലെൻസാന്ന് പറയേണ്ട കാര്യമില്ല. കാരണം റിയൽ ഇമേജ് കോൺകേവിനുണ്ടോ? കോൺകേവിന് റിയൽ ഇമേജ് ഇല്ല. ഓക്കെ, അമീൻ ഇതിപ്പോ മൂന്നാമത്തെ ദിവസമാണ് ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഹാർട്ട് ട്രിക്ക് അടിക്കാൻ നോക്കാം. 2 ദിവസം അമീൻ ആൻസർ പറഞ്ഞില്ല. അമീൻ ആ ഇമേജ് ഫോർമേഷന്റെ ഇതൊക്കെ ഒന്ന് പറയാം, അല്ലെങ്കിൽ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ പറഞ്ഞു. കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ ഓഡിയോ ഓൺ ചെയ്ത് പറഞ്ഞാൽ എല്ലാവർക്കും കേൾക്കാം, ഓഡിയോ ഓഫ് ചെയ്ത് പറഞ്ഞാൽ ആരും കേൾക്കൂല, നീ മാത്രം കേൾക്കും. പെട്ടെന്നാണ്. മാഗ്നിഫിക്കേഷൻ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ. ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് അപ്വേർഡ്സ് പോസിറ്റീവ്. ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് അപ്വേർഡ് പോസിറ്റീവ് ആണ്. ഏതിന് അപ്വേർഡ് നമ്മൾ എടുക്കുക? ഫോക്കസിങ്. എവിടെ നമ്മൾ അപ്വേർഡ് എടുക്കണമെങ്കിൽ ഒരു ലൈൻ വേണ്ടേ? അവിടെ നിന്നല്ല നമ്മൾ അപ്വേർഡ്. ആ ലൈൻ ഉണ്ടല്ലോ, ആ ലൈനിന്റെ പേരെന്താ പഠിച്ചാണ്? എന്തെങ്കിലും ആവട്ടെ. മുകളിലേക്ക് പോസിറ്റീവ്, താഴേക്ക് നെഗറ്റീവ്. ഓക്കെ, പ്രിൻസിപ്പൽ ആക്സിസിന് മുകളിലേക്ക് പോസിറ്റീവ്, പ്രിൻസിപ്പൽ ആക്സിന് താഴേക്ക് നെഗറ്റീവ്. ഓക്കെ, പിന്നെ മെഷർ ചെയ്യണ ഒപ്റ്റിക് സെന്റർ. എല്ലാ ഡിസ്റ്റൻസും മെഷർ ചെയ്യുന്ന ഒപ്റ്റിക് സെന്റർ എന്നാണ്. ഓക്കെ, പിന്നെ റൈറ്റ് ഇമേജ് പൊങ്ങി പോസിറ്റീവ്. റൈറ്റില് പൊങ്ങി നിൽക്കണേ, റൈറ്റ് സൈഡിലാണെങ്കിൽ പോസിറ്റീവ്, ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ നെഗറ്റീവ്. ഓക്കെ, ഇമേജ് റൈറ്റ് സൈഡിലാണെങ്കിൽ പോസിറ്റീവ്, അല്ലെങ്കിൽ ഇമേജ് തന്നെ ഒബ്ജക്റ്റോ ഇമേജോ ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ നെഗറ്റീവ് എടുക്കും അല്ലെ? ഡിസ്റ്റൻസ്. ഓക്കെ, യഹിയ എങ്ങനെയുള്ള ഇമേജിനാണ് നമ്മൾ പോസിറ്റീവ് കൊടുക്കുക? റിയലിനാണ് വിർച്വൽ ആണ്? ലെൻസിന്റെ കേസിൽ വിർച്വൽ ഇമേജിനാണ് നമ്മൾ പോസിറ്റീവ് കൊടുക്കുക അല്ലെ? അല്ലെ അഫിനെ? എങ്ങനെയുള്ള ഇമേജിനാണ് നമ്മൾ പോസിറ്റീവ് ഡിസ്റ്റൻസ് എടുക്കുക? വിർച്വലിനാണ്. യഹിയ, ഞാൻ ഡിസ്റ്റൻസാ ചോദിച്ചോട്ടോ. ഡിസ്റ്റൻസ് എങ്ങനെയുള്ള ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മൾ പോസിറ്റീവ് എടുക്കുക? റിയൽ ഇമേജിലേക്കാണോ വിർച്വൽ ഇമേജിലേക്കാണോ? എങ്ങനെയുള്ള ഇമേജിന്റെ ഹൈറ്റ് ആണ് നമ്മൾ പോസിറ്റീവ് എടുക്കുക? റിയൽ ഇമേജ് ആണോ വിർച്വൽ ഇമേജ് ആണോ? വിർച്വൽ. ഓക്കെ, അഫിൻ എന്താണ് ഒരു ലെൻസിന്റെ ഫോക്കസ് എന്ന് പറഞ്ഞാൽ? അല്ലെ ഒരു കോൺകേവ് ലെൻസ്, അത് നമുക്ക് സെപ്പറേറ്റ് അല്ല പറയാൻ പറ്റുള്ളൂ. കോൺകേവ് ലെൻസിന്റെ ഫോക്കസ് എന്താ? Ray of light parallel to the principal axis after refraction will appear to converge to a point. Is called
പ്രിൻസിപ്പൽ ഫോക്കസ് അല്ലെ. കോൺകേവിന്റെ കേസിൽ അത് ലൈറ്റ് കൂട്ടിമുട്ടുന്നില്ല, അത് നമുക്ക് തോന്നുന്നതാണ് അല്ലെ. അതുകൊണ്ടാണ് അപ്പിയർ ടു കൺവേർജ് അല്ലെങ്കിൽ അപ്പിയർ ടു ഡൈവേർജ് ഫ്രം എന്ന് പറയുന്നത്. ഓക്കെ, ബുക്ക് എടുത്തോ. നമുക്ക് പ്രോബ്ലം നമ്മൾ എവിടെ ചെയ്ത് നിർത്തിയേ? ഒരാൾ പറയാമോ നമ്മൾ എവിടെ ചെയ്ത് നിർത്തിയേ? സാർ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ലാസ്റ്റ്. ക്വസ്റ്റ്യൻ പറഞ്ഞു നിർത്തിയേക്കുവായിരുന്നോ? അതില് എങ്ങനത്തെ when an object of height 3 cm is placed at a distance of 30 cm ഒന്ന് ക്വസ്റ്റ്യൻ ഒന്ന് പറയാമോ? ഞാനൊന്ന് എഴുതിയെടുക്കട്ടെ കേട്ടോ. എന്റെ ബോർഡ് കാണുന്നുണ്ടല്ലോ അല്ലെ? ഇതൊന്നും അല്ലല്ലോ, താഴെ വേറെ ക്വസ്റ്റ്യൻ അല്ലേ? ഞാൻ പറയാം. ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചാൽ അശ്വര, ഒന്ന് പയ്യെ വായിക്കണം കേട്ടോ, ഒന്ന് എഴുതി പോവാൻ. when an object of height 3 cm is 3 cm placed at a distance of 30 cm from a lens a real image is formed at a distance of 60 cm. 60 ആണോ? 60. Find out the height of the image. ഓക്കെ. സാറിത് പറഞ്ഞു തന്നായിരുന്നു, റിയൽ ഇമേജ് ആണ് ഇതിന്റെ ഡബിൾ ആണ് വരുന്നത് എന്നൊക്കെ പറഞ്ഞായിരുന്നു. നമ്മള് പ്രോബ്ലം ആയിട്ട് ചെയ്തില്ല. ഓക്കെ. അപ്പൊ നമ്മൾ ഇന്നലെ ഇത് പറഞ്ഞിരുന്നു അല്ലെ. ഇത് ഏത് ലെൻസാന്ന് ആദ്യം ഐഡന്റിഫൈ ചെയ്യാം കേട്ടോ. ഇത് ഏത് ലെൻസാന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. അപ്പൊ നമ്മൾ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം അൽസാബിത്തെ? ഇത് ഏത് ലെൻസാന്ന് പറഞ്ഞില്ലെങ്കിൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക ഇത് ഏത് ലെൻസാന്ന്? അൽസാബിത്ത്, റിയൽ ഇമേജ്. റിയൽ ഇമേജ് എന്ന് കണ്ടപ്പോ തന്നെ നമുക്ക് മനസ്സിലായി. റിയൽ ഇമേജ് എന്ന് പറഞ്ഞാൽ അത് കോൺകേവ് ആണ്. കാരണം കോൺവെക്സ് ആണ്. കോൺകേവിന് റിയൽ ഇമേജ് ഇല്ല. അപ്പൊ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കിടക്കാം. വെൻ ഒബ്ജക്ട് ഓഫ് അത് ലെൻസ് എന്ന് വരച്ചു 30 സെന്റിമീറ്റർ മാറ്റി പ്ലേസ് ചെയ്യുക അല്ലെ. ഒബ്ജക്ട് 30 സെന്റിമീറ്റർ മാറ്റി പ്ലേസ് ചെയ്യുക. ഇമേജ് ഫോം ചെയ്തിരിക്കുന്നത് റിയൽ ആണെന്ന് പറയുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലാണ്, താഴേക്കാണെന്നൊക്കെ നമുക്ക് മനസ്സിലാവും. ഓക്കെ, 60 സെന്റിമീറ്റർ ആണെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതിന്റെ എൻലാർജ്ഡ് ഇമേജ് ആണെന്നുള്ള കാര്യം. ഓക്കെ, ഒബ്ജക്റ്റിനേക്കാൾ വലിയ ഇമേജ് ആയിരിക്കും. ഒബ്ജക്റ്റിനേക്കാൾ ഡിസ്റ്റൻസ് കൂടുതലാണ് ഇമേജ് എങ്കിൽ ഒബ്ജക്റ്റിനേക്കാൾ വലിയ ഇമേജ് ആയിരിക്കും. ഓക്കെ, ഒബ്ജക്റ്റിന്റെ ഡബിൾ ഡിസ്റ്റൻസിലാണ് ഇമേജ് എങ്കിൽ ഒബ്ജക്റ്റിന്റെ ഹൈറ്റും ഡബിൾ, ഇമേജിന്റെ ഹൈറ്റും ഒബ്ജക്റ്റിന്റെ ഹൈറ്റിനേക്കാൾ ഡബിൾ ആയിരിക്കും. ഓക്കെ, ഇതൊക്കെ അറിഞ്ഞിരിക്കുക കേട്ടോ. ഇനി എന്താ പറഞ്ഞത്? 3 സെന്റിമീറ്റർ. അപ്പൊ തന്നെ നമുക്ക് ആൻസർ കിട്ടി അല്ലെ. ഇത് ആൻസർ എത്ര കിട്ടും? നമുക്ക് എത്ര കിട്ടും നമ്മൾ പറഞ്ഞ തഫ്സിയ? എത്ര കിട്ടും ആൻസർ? തഫ്സിയ ആൻസർ എത്ര കിട്ടും? 6 കിട്ടും അല്ലെ, ഡബിൾ ആണ്. ഓക്കെ, പക്ഷെ നമുക്കൊരു പ്രോബ്ലം ആയിട്ട് ഇത് ചെയ്ത് കാണിക്കണം, അല്ലാണ്ട് നമ്മൾ വെറുതെ 6 എന്ന് എഴുതിയിട്ട് പോകരുത് കേട്ടോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം അതിന്റെ തന്നിരിക്കുന്നതൊക്കെ എടുത്തെഴുതുക. HO ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് 3 സെന്റിമീറ്റർ.
ഒബ്ജക്റ്റ് ഇരിക്കുന്ന ഡിസ്റ്റൻസ്, അതൊക്കെ കറക്റ്റ് ആയിട്ട് മാറിപ്പോരുത് കേട്ടോ. ഒബ്ജക്റ്റ് ഇരിക്കുന്ന ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇതാണ്, അതിനാണ് ഇതൊക്കെ വരയ്ക്കാൻ പറഞ്ഞത്. വേണമെങ്കിൽ OB/IM എന്ന് ഇട്ട് വെച്ചോ. OB/IM ഒബ്ജക്റ്റ് ഇരിക്കുന്ന ഡിസ്റ്റൻസ് 30 ആണ്. അത് നോക്കി ഒപ്റ്റിക് സെന്ററിൽ പോയി നിൽക്കണം ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ കേട്ടോ, ലെഫ്റ്റ് സൈഡിലേക്കാണ്. അപ്പോൾ -30 സെന്റിമീറ്റർ. അതുപോലെ ഇമേജിന്റെ ഡിസ്റ്റൻസ് പോസിറ്റീവ് ആണ്, +60 സെന്റിമീറ്റർ. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? റിയൽ ഇമേജ് ഈസ് ഫൗണ്ട്, ഫൈൻഡ് ഔട്ട് ദി ഹൈറ്റ് ഓഫ് ദി ഇമേജ്. ഹൈറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി M is equal to HI/HO ആണ് എനിക്ക് ആകെ അറിയാവുന്ന ഒരേ ഒരു ഇക്വേഷൻ. പക്ഷെ പ്രശ്നമുണ്ടല്ലോ, ഇവിടെ HO അറിയാം, പക്ഷെ നമുക്ക് മാഗ്നിഫിക്കേഷൻ അറിയില്ല. ഓക്കെ, ഇവിടെ എന്ത് ചെയ്യണം എന്നറിയാവുന്നവർ കൈവയ്ക്ക്. ഇവിടെ എന്ത് ചെയ്യണം എന്നറിയാവുന്ന, ഈ പ്രതിസന്ധി ഘട്ടത്തിൽ എന്ത് ചെയ്യണം എന്നറിയാവുന്ന എത്ര പേരുണ്ട്? ഒന്ന് മുഖത്തിന് നേരെ കൈപിടിച്ചൊന്ന് നോക്കട്ടെ, ഫേസിന് നേരെ കൈപിടിച്ചേ. ഓക്കെ, 1 2 3 പേർക്ക് അറിയില്ല. ഓക്കെ ഓക്കെ, കുഴപ്പമില്ല, അവർക്ക് പറഞ്ഞു തരും. ഒരാളൊന്ന് പറഞ്ഞു കൊടുക്കുക. ആരാ പറഞ്ഞു കൊടുക്കുക? അൽഷിഫ പറഞ്ഞു കൊടുത്തപ്പോ എന്ത് ചെയ്യണം അവിടെ? V/U വെച്ച് മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കണം. അത് തന്നെ, V/U വെച്ചിട്ട് നമ്മള് മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ചോ കേട്ടോ. ഓക്കെ, നമ്മൾ ഇതേ സിറ്റുവേഷനിൽ പലതവണ എത്തിയിട്ടുള്ളതാണ് അല്ലെ. V/U വെച്ചിട്ട് മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിച്ചിട്ട് എമ്മിന്റെ വാല്യൂ അവിടെ ഇട്ട് കൊടുക്കുക. എമ്മിന് എനിക്ക് വേറെ ഇക്വേഷൻ അറിയാം അല്ലെ, അതിനാണ് നമ്മൾ 2 ഇക്വേഷൻ പിടിച്ചത്. M = V/U നിങ്ങൾ ഇട്ട് ചെയ്യുക, മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കുക, മാഗ്നിഫിക്കേഷന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഹൈറ്റ് കണ്ടുപിടിക്കുക. ആൻസർ കിട്ടി കഴിയുമ്പോൾ ഹാൻഡ് റൈസ് ചെയ്യുക. അയ്യോ, കിട്ടിയ ആൻസർ കിട്ടിയോ? ഓക്കെ, കിട്ടിയെന്ന്. ഇത്രയും പേരായോ? ഞാൻ ഒന്ന് കണ്ണു മാറ്റിയപ്പോഴത്തേക്ക് ഇത്രയും പേർക്ക് കിട്ടിയോ? ഒരു 2 പേരോടെ ഉണ്ട്, അവരോട് ഒന്ന് ചെയ്യട്ടെ. സ്റ്റക്ക് ആവാണെങ്കിൽ ചോദിക്കട്ടോ, എവിടെയെങ്കിലും സംശയം വരുവാണെങ്കിൽ ചോദിച്ചോളണം. ഫാത്തിമ PAക്ക് കിട്ടുന്നില്ല. മുഹമ്മദ് അൻഷിദ് ഉണ്ട്, വെയിറ്റ് ചെയ്യണ. എഹിയ, അഫിൻ കേട്ടോ, 4 പേരുടെ ഉണ്ട്. ഓക്കെ സാർ, എനിക്ക് കിട്ടിയ ഹാൻഡ് റൈസ് ഓപ്ഷൻ ഇല്ലാത്തോണ്ട് ചെയ്യാത്തതാ. അതുകൊണ്ടാണ്. ഓക്കെ, കുഴപ്പമില്ല, ഇറ്റ് ഹാപ്പൻസ്. പിന്നെ ആരാണ്? അച്ചു ചെയ്യുന്നുള്ളൂ. എഹിയക്ക് കിട്ടിയോ? ഓക്കെ, അഫിനെ കിട്ടിയിട്ടാണോ? അഫിനെ കിട്ടിയാ? ഒരു മിനിറ്റോടെ തരാം കേട്ടോ, ഒന്ന് സ്പീഡ് ആക്കണേ. ഓക്കെ, നമുക്ക് ഹാരിസിനോട് ചോദിക്കാം. ഹാരിസേ പറഞ്ഞോ, മാഗ്നിഫിക്കേഷൻ എങ്ങനെ ചെയ്യാം നമുക്ക്? Sir, V/U is equal to 60 by minus 30. 60 by minus 30. ഈ ഡിവൈഡ് ചെയ്യുമ്പോ ഈ സൈൻ ഒക്കെ ഞാൻ ബോധർ ചെയ്യണോ? ഇവിടെ കിടക്കുന്ന സൈൻ ഒക്കെ, ഈ സൈൻ ഒക്കെ ഞാൻ ഇപ്പൊ നോക്കണോ? ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നോക്കിയാ പോരെ? ചെയ്ത് കഴിഞ്ഞിട്ട് മതി. ഇപ്പൊ ആ സൈനെ കുറിച്ച് ഒന്നും ചിന്തിച്ച് പ്രശ്നം ഉണ്ടാക്കണ്ട കേട്ടോ. ഇനി 6/3 എത്രയാ? 6/3 2 അല്ലെ. ഇനി നമുക്ക് സൈൻ ഒന്ന് നോക്കാം. പോസിറ്റീവ് നെഗറ്റീവ് ഡിവൈഡ് ചെയ്താൽ എന്താ കിട്ടുക? പോസിറ്റീവ് നെഗറ്റീവ് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താണ് കിട്ടുന്നത്? അത് തന്നെ കിട്ടും. എന്താ കിട്ടുക? നെഗറ്റീവ്. അപ്പൊ -2. ഈ -2 കിട്ടുമ്പോൾ നമ്മൾ മാഗ്നിഫിക്കേഷൻ നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താ ഹാരിസെ? നമ്മൾ ഇന്നലെ അത് പറഞ്ഞ നെഗറ്റീവ് റിയൽ ആണോ വിർച്വൽ ആണോ? ഇടയ്ക്ക് അങ്ങനെ ചോദിക്കാം, അങ്ങനെ മിക്കപ്പോഴും ചോദിക്കും. കാരണം നിങ്ങൾക്ക് ഈ സബ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഒരു ക്വസ്റ്റ്യനിലെ ഈ ഡിസ്റ്റൻസും കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് അടുത്ത ക്വസ്റ്റ്യൻ വാട്ട് ആർ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി അല്ലെങ്കിൽ നേച്ചർ ഓഫ് ദ ഇമേജ് ഫോംഡ് എന്നായിരിക്കും ക്വസ്റ്റ്യൻ. അപ്പൊ അത് എഴുതാൻ പഠിക്കണം. ഒന്ന് പറഞ്ഞ ആരിസ്, എന്തൊക്കെ പ്രത്യേകത? -2 കണ്ടു കഴിഞ്ഞാൽ ആരിസിന് മനസ്സിലാവുക റിയൽ ആണ്. നെഗറ്റീവ് കണ്ട അപ്പ റിയൽ എന്ന് എഴുതിക്കൊള്ളാം. അത് മിറർ ആണെങ്കിലും ലെൻസ് ആണെങ്കിലും. ഓക്കെ, 2 എന്താ മീൻ ചെയ്യുന്നത്? 2 പറഞ്ഞോ, ഹാരിസ് തന്നെ പറഞ്ഞോ. 2 എന്താ മീൻ ചെയ്യുന്ന ഹാരിസെ? 2 ബുക്കിൽ നോക്കണം. 2 എന്താ മാഗ്നിഫിക്കേഷന്റെ 2 എന്താ മീൻ ചെയ്യുന്നതെന്ന് അറിയാൻ? ഒബ്ജക്റ്റിനേക്കാളും 2 ഇരട്ടി. ഒബ്ജക്റ്റിനേക്കാളും 2 ടൈംസ് അല്ലെ, 2 ടൈംസ് വലുതാണ്. ഓക്കെ, ഇരട്ടി വലുതാണ് അല്ലെ, ഇരട്ടി വലുതാണ്. ഒബ്ജക്റ്റിന്റെ ഡബിൾ ആണ്. ഓക്കെ, 2 ടൈംസ് എന്ന് പറയും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതി വെച്ചാലും മതി, എൻലാർജ്ഡ് ഇമേജ് ആണെന്ന് എഴുതി വെച്ചാലും മതി, കുഴപ്പമില്ല. ഓക്കെ, ഇങ്ങനെ എഴുതിയാൽ നല്ലതാണ്. 2 ടൈംസ് ആണെന്നും കൂടെ എഴുതി വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, അപ്പൊ ഇമേജ് അതിപ്പോ ചോദിച്ചിട്ടില്ല. ഇമേജ് അതിന്റെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് താഴെ. ഓക്കെ, ഇമേജ് എൻലാർജ്ഡ് ആണ്, റിയൽ ആണ്, ഇൻവേർട്ടഡ് ആണെന്നുള്ള കാര്യമൊക്കെ മനസ്സിലാക്കാം. ഓക്കെ, ഇനി അടുത്തത്
ഇതിന്റെ ഇനി ഇത് എവിടെ എന്ത് ചെയ്യണം? ഇനി ഇപ്പൊ ബാക്കി ബാക്കി എന്താ ചെയ്യേണ്ടത്? നിഷാനയുടെ വീഡിയോ ഓഫ് ആണല്ലോ. ഇനി എന്ത് ചെയ്യണം നിഷാന? പറഞ്ഞോ. ഇനി മാഗ്നിഫിക്കേഷൻ ഇട്ട് കൊടുത്തിട്ട് m=hi/ho മാഗ്നിഫിക്കേഷന്റെ വാല്യൂ -2 ഇട്ട് കൊടുക്കണം. ഹെച്ച്ഒയുടെ വാല്യൂ 3 ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇത് രണ്ടും എന്താ ചെയ്യണ്ടേ? എച്ച്ഒ കണ്ടുപിടിക്കാൻ മൾട്ടിപ്ലൈ ചെയ്യണോ ഡിവൈഡ് ചെയ്യണോ? ഡിവൈഡ് ചെയ്യണം അല്ലെ? ഇവിടെയാണ് പ്രശ്നം. അപ്പൊ നിഷാൻ എന്ത് ചെയ്യുക? അപ്പുറം പോയിട്ട് 10 = 20/2 എന്ന് ഇട്ട് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് 20 കിട്ടാൻ വേണ്ടി 10നെ 2 കൊണ്ട് ഡിവൈഡ് ആണോ ചെയ്യുന്നത് നോക്കുക. ആണോ? അല്ല. എന്താ ചെയ്യുന്നേ? മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ hi = -2 × 3 -6 സെന്റിമീറ്റർ. ഇതാണ് ഹൈറ്റ്. ഓക്കെ, ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോ. അടുത്ത ചോദിച്ചോ. ആരാ? ഫാത്തിമ ഇസ്മായിൽ ചോദിച്ചോ. ഫാത്തിമ ഇസ്മായിൽ ചോദിച്ചോളൂ. ഒന്നുമില്ല സാർ, ഞാൻ ചോദിച്ചില്ല. ഓക്കെ. എല്ലാവരെയും എക്കോ കേൾക്കുവാണല്ലോ. എനിക്കാണ് എന്റെ ശബ്ദം തന്നെ പിന്നെയും കേൾക്കുന്നത് ഭയങ്കര ദേഷ്യം. ഞാൻ കൊണ്ട് വാട്സപ്പിൽ ഒരു ഓഡിയോ അയച്ചാൽ പോലും അത് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയും. അങ്ങനെയുള്ള ഞാനാണ് എക്കോ കേൾക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോ. ഇതാണ് ഞാൻ പറഞ്ഞ ഇങ്ങനെയാണ് ഇമേജ് ഈസ് ഫോംഡ്. ഇതിലെ എക്സാമിന് വലിയ ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻ ഒന്നും ചോദിച്ചിട്ടൊന്നുമില്ല. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ചോദിച്ചത്. റേഖരത്തിന്റെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇമേജിന്റെ എന്തെങ്കിലും ഇമേജ് ഫോർമേഷന്റെ എന്തെങ്കിലും ചോദിക്കും. ന്യൂമറിക്കൽ വെച്ചുള്ള ഇമേജ് ഈസ് ഫോംഡ്. അതല്ല, ഈ ചാപ്റ്റർ എത്ര ദിവസം കൊണ്ട് പഠിപ്പിച്ച് തീർക്കും? ഇനി കുറെ സമയമുണ്ടോ? ക്വസ്റ്റ്യൻ ആൻസർ ഇത് തീർത്ത് കൊണ്ട് കൊടുക്കാനുണ്ടായിരുന്നു സ്കൂളിൽ. ഇനി കൃത്യം ഇന്ന് മുതൽ 4 ദിവസം കൊണ്ട് നമ്മൾ ചാപ്റ്റർ തീരും കേട്ടോ. ഓക്കെ, ഇന്നും കൂടെ കൂടി 4 ദിവസം. An image is formed 15 centimeter away from a convex lens. An image is formed 15 centimeter away from a convex lens. Of focal length 10 centimeter. Of focal length 10 centimeter. Okay, a question. What is the distance of the object from the convex lens? What is the distance of the object? ഇതൊരു പ്രശ്നമുള്ളത്. ഇവിടെ എന്ത് ഇമേജ് ആണെന്ന് അവർ പറഞ്ഞിട്ടില്ല. ടെക്സ്റ്റിൽ ഒരു ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ അതൊരു മിസ്റ്റേക്ക് ആയിട്ട് എനിക്ക് തോന്നിയത്. കാരണം ഇതിൽ എന്ത് ഇമേജ് ആണെന്ന് പറയണ്ടേ. അതുകൊണ്ട് ഇവിടെ റിയൽ ഇമേജ് എന്ന് എഴുതിക്കും കേട്ടോ. കോൺകേവ് ആണെങ്കിൽ അവിടെ പറയേണ്ട കാര്യമില്ല. പക്ഷെ കോൺവെക്സ് ആണെങ്കിൽ അത് എന്ത് ഇമേജ് ആണ് എന്തെങ്കിലും ഒരു ക്ലാരിറ്റി കൊടുക്കണ്ട. അവിടെ ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. ടെക്സ്റ്റ് വെറുതെ ആൻ ഇമേജ് എന്നാ കൊടുത്തേക്കണേ. അവിടെ പറയണ്ടേ എന്ത് ഇമേജ് ആണെന്ന്, റിയൽ ആണോ അല്ലെങ്കിൽ എങ്ങനെ നിങ്ങൾ മനസ്സിലാക്കുക? 15 സെന്റിമീറ്റർ എവേ എന്ന് മാത്രം കണ്ടു കഴിഞ്ഞാൽ. ഓക്കെ, വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ഓഫ് ദ ഒബ്ജക്റ്റ് ഫ്രം ദ കോൺവെക്സ് ലെൻസ്? വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ഓഫ് ദ object from the convex lens? B question. If the object is 3 centimeter high, if the object is 3 centimeter high, 3 centimeter height ആണ് ഒബ്ജക്റ്റിനെങ്കിൽ what is the height of the image? What is the height of the image? What is the height of the image? Okay. What is the height of the image?
മൂന്നാമതൊരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ടേ, ഒരു ക്വസ്റ്റ്യൻ കൂടി. സി ക്വസ്റ്റ്യൻ. What are the other characteristics of the image? What are the other characteristics of the image? What are the other characteristics of ഓക്കെ, എന്തൊക്കെയാണ് ഇതിന്റെ മറ്റുള്ള പ്രത്യേകതകൾ? ഓക്കെ, അപ്പൊ ആദ്യം തന്നെ ഏത് ലെൻസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊരു കോൺവെക്സ് ലെൻസ് ആണ്. നമ്മൾ ആദ്യം തന്നെ ഒരു കോൺവെക്സ് ലെൻസ് അവിടെ വരയ്ക്കും. ഓക്കെ, എന്നിട്ട് ഒബ്ജക്റ്റ് ഇരിക്കുന്നത് 15 സെന്റിമീറ്റർ മാറിയിട്ടല്ലേ? അപ്പൊ ഒബ്ജക്റ്റ് എന്ത് ചെയ്യുക? 15 സെന്റിമീറ്റർ മാറ്റി വരയ്ക്കും. 15 സെന്റിമീറ്റർ മാറ്റി വരയ്ക്കും. ഓക്കെ, ഇനി അടുത്ത ഫോക്കൽ ലെങ്ത് തന്നേക്കണം. ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് 10 സെന്റിമീറ്റർ. അപ്പൊ ഇതിന്റെ ഫ്രണ്ടിലായിരിക്കും ഫോക്കൽ ലെങ്ത് വരിക, എഫിന്റെ ഫ്രണ്ടിൽ 10 സെന്റിമീറ്റർ മാറിയിട്ട്. അപ്പൊ 20 സെന്റിമീറ്റർ മാറിയിട്ടായിരിക്കും സി വരിക കേട്ടോ. സി വരുന്നത് 20 സെന്റിമീറ്റർ മാറി. അപ്പൊ നമ്മുടെ ഒബ്ജക്റ്റ് ഇരിക്കുന്നത് സിയുടെ ഫ്രണ്ടിലാ. നമുക്ക് കിട്ടുന്ന ഇമേജ് എങ്ങനെയായിരിക്കും? എൻലാർജഡ് ആയിരിക്കോ ഡിമിനിഷ്ഡ് ആയിരിക്കോ? ഫാത്തിമ ഇർഫാന, നമുക്ക് കിട്ടുന്ന ഇമേജ് എൻലാർജഡ് ആയിരിക്കോ ഡിമിനിഷ്ഡ് ആയിരിക്കോ? കോൺവെക്സിന്റെ അല്ല, ഫോക്കൽ ലെങ്ത് എഫ് എന്ന് പറഞ്ഞാൽ അത് അപ്പുറം ഇപ്പുറം ഉണ്ടല്ലോ. അപ്പുറം ഇപ്പുറം സെയിം ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, ഇവിടെയും 15 ആണ്, അപ്പുറയും 15 ആണ്, സെയിം ഡിസ്റ്റൻസ് ആണ് കേട്ടോ. നമ്മൾ അങ്ങനെയല്ലേ എടുത്തത്. ഓക്കെ, അപ്പൊ എഫിന്റെ സിയുടെയും നടുക്കാണ് ഇരിക്കുന്നത്. ഓക്കെ, അത് ഇങ്ങോട്ട് 15 ആണ്, ഇങ്ങോട്ട് 15 ആണ്, രണ്ട് സൈഡിലും എഫ് ഉണ്ടല്ലോ. ഓക്കെ, എന്നിട്ടൊന്ന് പറഞ്ഞേ, സിയുടെ എഫിന്റെ ഇടയ്ക്കാണെങ്കിൽ ഇമേജ് ഫോം ചെയ്യുന്ന എങ്ങനെയായിരിക്കും? വലിയ ഇമേജ് ആയിരിക്കും, ചെറിയ ഇമേജ് ആയിരിക്കും? എൻലാർജ്ഡ് ഇമേജ് ആയിരിക്കും അല്ലെ? എവിടെയാ ഫോം ചെയ്യുന്നത് നമുക്കറിയാം അല്ലെ? എൻലാർജ്ഡ് ആയിരിക്കും. എവിടെ ഫോം ചെയ്യാ? ബിയോണ്ട് സി ആണ്. കണ്ട, നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് മനസ്സിലാവുന്നതെന്ന് അറിയാം. എൻലാർജ്ഡ് ഇമേജ് ആണ് സിയുടെ. അതായത് നമുക്ക് ഇനി കിട്ടുന്ന വാല്യൂ 30ലും കൂടിയ ഒരു വാല്യൂ ആയിരിക്കും നമ്മുടെ ആൻസർ. ശരിയല്ലേ? 15 അല്ല 10 20 20ലും കൂടുതലുള്ള ഒരു വാല്യൂ ആണ് നിങ്ങൾക്ക് ഇനി ആൻസർ കിട്ടാൻ പാടുള്ളൂ. ഓക്കെ, ചെയ്തു നോക്കോ. ഇനി കാര്യങ്ങളൊക്കെ എഴുതി വെക്കുക കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുക, സെക്കൻഡ് ആൻസർ ചെയ്യുക, തേർഡ് ആൻസർ ചെയ്യുക. ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ ആൻറൈസ് ചെയ്തോ. എല്ലാവരും ലോവർ ഹാൻഡ് ചെയ്തേ. എല്ലാവരും ലോവർ ഹാൻഡ് ചെയ്ത്. ആ പറഞ്ഞോ. ഇമേജ് ഡിസ്റ്റൻസ് കൊടുത്തിരിക്കുന്നത് അല്ലേ? ഇമേജ് ഡിസ്റ്റൻസ് ആണല്ലേ കൊടുത്തിരിക്കുന്നത്. അയ്യോ, പബ്ലി തെറ്റിയോ? ഓ സോറി. ഇമേജ് ആണല്ലേ, ഞാൻ ഒബ്ജക്റ്റ് എന്ന് വിചാരിച്ചു. ഓക്കെ, ഓക്കെ, ഇമേജ് ഡിസ്റ്റൻസ് ആണ് ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഒരു കോൺവെക്സ് ലെൻസ് ഓക്കെ. അപ്പോൾ ഒപ്റ്റിക് സെന്റർ, ഫോക്കസ്, സെന്റർ ഓഫ് കർവേച്ചർ, ഫോക്കസ്, സെന്റർ ഓഫ് കർവേച്ചർ. അപ്പോൾ ഫോക്കൽ ലെങ്ത് അവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, 15 സെന്റിമീറ്റർ ആണ്. നമുക്ക് ഇമേജ് ഇരിക്കുന്നത് എഫിന്റെയും സിയുടെയും ഇടയ്ക്കാണ്. അപ്പൊ ഒബ്ജക്റ്റ് എവിടെ വെച്ചിരിക്കുന്നത് ആർക്ക് പറയാം? എഫിന്റെയും സിയുടെയും ഇടയ്ക്കാണ്. കാരണം 20 ആകുമ്പോൾ എഫിന്റെയും സിയുടെ ഇടയ്ക്കായിരിക്കുമല്ലോ. കാരണം മൊത്തം 30 ആണ് വരിക. സി വരെ 30 വരും, 15 20 എന്ന് പറയുമ്പോൾ അതിന്റെ ഇടയ്ക്ക് എവിടെ ആയിരിക്കും ഒബ്ജക്റ്റ് വെച്ചിട്ടുണ്ടാവുക? ഒരാൾ പറഞ്ഞു, അൽഹ പറഞ്ഞു, എവിടെ ആയിരിക്കും ഒബ്ജക്റ്റ് വെച്ചിട്ടുണ്ടാവുക? ബിയോണ്ട് സി അല്ലെ? അതായത് നമ്മുടെ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് കിട്ടേണ്ട 30ലും കൂടി ഒരു വാല്യൂ ആയിരിക്കണം. ശരിയല്ലേ? 15 15 30. സെന്റർ ഓഫ് കർവേച്ചറിലേക്കുള്ള ഡിസ്റ്റൻസ് 30 അല്ലേ? 30ലും കൂടി താഴെയുള്ള വാല്യൂ കിട്ടിയാൽ തെറ്റാന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, ചെയ്തു നോക്കാം. ആദ്യം തന്നിരിക്കുന്നത് എടുത്ത് എഴുതാം. അൻഷിത, വിയുടെ വാല്യൂ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? വിയുടെ വാല്യൂ ഇവിടെ നെഗറ്റീവ് ആണ്. നെഗറ്റീവ് 15 സെന്റിമീറ്റർ ആണ്. ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? ഫോക്കൽ ലെങ്ത് നമുക്ക് രണ്ട് സൈഡിലേക്ക് എടുക്കാം. പക്ഷെ കോൺവെക്സ് ലെൻസിൽ നമ്മൾ ലൈറ്റ് എപ്പോഴും നമ്മൾ കൺസിഡർ ചെയ്യുന്ന ലെഫ്റ്റ് ആയതുകൊണ്ട് ഫോക്കൽ ലെങ്ത് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. +10 സെന്റിമീറ്റർ. ഓക്കെ, ഇനി ലെൻസ് ഫോമിൽ യൂസ് ചെയ്യും 1/f = 1/v - 1/u. ആ പറഞ്ഞു, ആരാണ്? ഫാത്തിമ ബി ചെയ്തു കഴിഞ്ഞോ? ഡൗട്ട് ആണോ? റിയൽ ഇമേജ് പോസിറ്റീവ് റിയൽ ഇമേജ് പോസിറ്റീവ് ആണല്ലോ അല്ലെ? 15 സെന്റിമീറ്റർ. ഓക്കെ, നിങ്ങൾ ലൈവ് ആണെന്ന് അറിയാൻ ഞാൻ ഇങ്ങനെ ഓരോന്ന് ചെയ്യും കേട്ടോ.
15 സെന്റിമീറ്റർ, എഫ് 10 സെന്റിമീറ്റർ. ഓക്കെ. അപ്പൊ 1/f ഈക്വൽ ടു 1/v മൈനസ് 1/u ആണ് ഇട്ട് കൊടുക്കുക ചെയ്യുക. ഓക്കെ. റിയൽ ഇമേജ് ആവുമ്പോൾ റൈറ്റ് സൈഡിലേക്കാണല്ലോ, അപ്പൊ ഡിസ്റ്റൻസ് പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ. ഇവിടെ എങ്ങനെയാണ് നമ്മൾ ചെയ്യുക അനശ്വര? ഏതാ ഒന്ന് തിരിച്ചിട്ടിട്ടൊന്ന് പറഞ്ഞേ. ഇത് ഈ ഒബ്ജക്റ്റീവ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനല്ലേ കോൺവെക്സ് ലെൻസിന്. അപ്പോൾ എഴുതണം ആദ്യം. എന്നിട്ട് 1/f ഈസ് ഇക്വൽ ടു 1/v മൈനസ് 1/u, ദെൻ 1/u ഈസ് ഇക്വൽ ടു 1/v മൈനസ് 1/f. 1/f അല്ലേ മൈനസ് 1/v മൈനസ് 1/f. 1/u ചെയ്യുമ്പോൾ ഓക്കെ. 1/v മൈനസ് 1/f എന്നാണ്. ഓക്കെ ആണ്, ശരിയാണ്. ഓക്കെ. 1/v മൈനസ് 1/f ശരിയല്ലേ? എഫ് അപ്പുറം വരും, 1/u അപ്പുറം വരും. കറക്റ്റാ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ മെത്തേഡ് കേട്ടാ. നിങ്ങൾ എന്തെങ്കിലും സിമ്പിൾ ആയിട്ടുള്ള ഇട്ട് കൊടുത്തിട്ട് നോക്കുക എങ്ങനെ ചെയ്യേണ്ടതെന്ന്. അപ്പൊ പിന്നെ തെറ്റൂല. ഈ 1/u ഒക്കെ വരുമ്പോഴാ തെറ്റുക. 1/u v വരുമ്പോ അത്ര പ്രശ്നമല്ല, കാരണം നിങ്ങൾ നേരെ അങ്ങോട്ട് ഇട്ടാ ചെയ്യണമെന്ന് അറിയാം. 1/u കണ്ടുപിടിക്കാൻ പറയുമ്പോൾ ചില പിള്ളേർ 1/f ന്ന് 1/v തിരിച്ചു കുറയ്ക്കും. അപ്പൊ ആൻസർ മാറിപ്പോവും. ഓക്കെ. ചെയ്തോ? ചെയ്തിട്ട് എത്ര കിട്ടുന്നെന്ന് പറഞ്ഞോ. അല്ല പറയണ്ട, കൈ വെക്കാണ്. അതുപോലെ തന്നെ ഹൈറ്റ് അല്ല, ആദ്യം എ മാത്രം ചെയ്താൽ മതി. നമുക്ക് ഓരോന്ന് സ്റ്റെപ്പായിട്ട് ചെയ്തു പോവാം. അല്ലെങ്കിൽ ഒത്തിരി സമയം പോകും. ആദ്യം എ മാത്രം ചെയ്തേ. എ മാത്രം ചെയ്യാം. എയുടെ ക്വസ്റ്റ്യൻ മാത്രം. എന്നിട്ട് ആൻഡ്രൈസ് ചെയ്തേക്കാം. ആൻസർ കിട്ടുന്നവർ ആൻഡ്രൈസ് ചെയ്തേക്കാം. അൻഷിത് ചെയ്ത് കഴിഞ്ഞാണ് അൻഷിതേ? ഇല്ല സാർ. ആ പെട്ടെന്നാട്ടെ. അഫിനെ ചെയ്ത് കഴിഞ്ഞാ? അഫിൻ സാർ ചെയ്തോണ്ടിരിക്കുക. ചെയ്യാത്തവരത് കറക്റ്റ് ചെയ്യും. പെട്ടെന്നാട്ടെ, നിങ്ങക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. അഫിൻ, എഹിയ, അൽസാബിത്ത്, അമീൻ ഷാജി 4 പേര് ചെയ്തിട്ടുള്ള. ഫാത്തിമ ടിയൻ നിങ്ങൾ 5 പേര്. പെട്ടെന്നാവട്ടെ. പിന്നെ ആരാ? ഭീമ നവാസിന്റെ ആണോ ഹാൻഡ് റൈസ് ബട്ടൺ പ്രശ്നം എന്ന് പറഞ്ഞു? ഓക്കെ. ഫസ്റ്റ് മാത്രം ചെയ്താൽ മതി. ഫസ്റ്റ് മാത്രം. നിങ്ങൾ 4 പേര് വെയിറ്റ് ചെയ്യും. ഞാൻ ചെയ്യാം കേട്ടോ. നിങ്ങൾ 4 പേര് പറഞ്ഞാൽ മതി, എന്നെ ഹെൽപ്പ് ചെയ്താൽ മതി. ഓക്കെ. ആദ്യം ആരാ? അൽസാബിത്തെ എന്താ ചെയ്യാ? 1/u ഈക്വൽ ടു 1/v മൈനസ് 1/f ഒന്ന് പറഞ്ഞേ. 3 കഴിഞ്ഞു. ഓക്കെ. വരും. 1/u equal to 1/v മൈനസ് 1/f. ഓക്കെ. പറഞ്ഞോ. 1/u equal to എത്ര 1/v എത്രയാ? 1 minus 50. മൈനസ് 50 ആണോ അതോ 15 ആണോ? 50. 15. ഓക്കെ. ഇനി 1/f plus 10. ഇത് മൈനസ് 15 ആണോ പ്ലസ് ആണോ? പ്ലസ്. ഓക്കെ. അത് മൈനസ്. ഏത് 15 ആ? മൈനസ് 50. ഇത് മൈനസ് ആണോ കിട്ടുന്നത് ഫാത്തിമ ഇസ്മായിൽ? 15 മൈനസ് ആണോ? അല്ല, റിയൽ ഇമേജ് റൈറ്റിലേക്കല്ലേ? റൈറ്റിലേക്കാണല്ലോ റിയൽ ഇമേജ്. പിന്നെന്താ അൽസാബിത്തെ ലെഫ്റ്റിലേക്ക് എടുത്തിരിക്കുന്നത്? +50.
ക്ലാസ്സിൽ ലൈവ് അല്ലാന്ന് തോന്നണല്ലോ. -15 ആണോ? അല്ല +15 ആണോ? ഓക്കെ. ഫോക്കൽ ലെങ്തോ കോൺവെക്സ് ആയതുകൊണ്ട് പോസിറ്റീവ് ആണ്. ഓക്കെ. ഇനി ക്രോസ് ചെയ്തു ആരാ? യഹിയ. ഒന്ന് ക്രോസ് ചെയ്ത് പറഞ്ഞേ. യഹിയ ക്രോസ് ചെയ്ത് പറഞ്ഞേ. യഹിയ -15. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ കിട്ടുക? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യില്ല. അത് ചെയ്യാനാ ഞാൻ പറഞ്ഞ. ഇതില് ചെയ്താ മതി. ഇതില് ചെയ്യ. ഇതില് ക്രോസ് 1 മൾട്ടിപ്ലൈ into ചെയ്തു. 15. എത്ര വരും? 1 into 15 ആണ് ആദ്യം ചെയ്യാ. തെറ്റിപ്പോവും. ആൻസർ പൊട്ടത്തെറ്റായിരിക്കും. 1 into 15 ചെയ്ത് കഴിഞ്ഞാ ആദ്യം റൈറ്റ് സൈഡിലുള്ളതല്ലേ ചെയ്യണ്ടേ? പറ. 1 into 10. 1 into 10. 1 into 10 എത്ര വരും? 10 plus 10. +10. ഓക്കെ. ഇനി അടുത്ത തെറ്റിക്കരുത് കേട്ടോ. ഫസ്റ്റ് ഇത് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ആൻസർ മാറിപ്പോവും. കാരണം നിങ്ങൾ മൈനസ് ചെയ്യുന്ന അവിടെ നിങ്ങളായി പോവും, തിരിഞ്ഞു പോവും കേട്ടോ. അടുത്ത പറ. 1 into 15. 1 into 15 ഇങ്ങനെ വരും അല്ലെ? 1 into 15. ഇനി അടുത്ത ഇത് മൈനസ് ആണോ പ്ലസ് ആണോ? പ്ലസ് ആണ്. അമീൻ ഷാജി പ്ലസ് ആണോ? പറയുന്നത് ഇത് എങ്ങനെയാ പിന്നെ പ്ലസ് എന്ന് പറയുന്നത് എങ്ങനെയാന്ന്? ഇത് മൈനസ് അല്ലേ? ഇത് ഇവിടെ നോക്ക്, സെന്ററിൽ ഏതാ? മൈനസ് ആണ്. ഓക്കെ. ഇനി താഴെ 15 into 10 എത്ര വരും? 150. 150. 10 നിന്ന് 50 കുറയ്ക്കാൻ അറിയോ? അതോ 15 നിന്ന് 10 കുറയ്ക്കോ? ഏതാ ചെയ്യാ? 15 നിന്ന് 10 കുറയ്ക്കുക. എത്ര കിട്ടും പറ. പെട്ടെന്ന് പറ. 10 എത്ര വരും? 5. ഇനി വലിയ നമ്പർ ഏതാ? 15 ആണോ 10 ആണോ? അതിന്റെ സൈൻ പറ. അതിന്റെ സൈൻ പറ. സൈൻ മൈനസ്. ഓക്കെ. -50 ഡിവൈഡ് ബൈ 150. ഓക്കെ. അപ്പൊ -5/150 വരും. ശരിയല്ലേ? ഇനി അടുത്ത ആരാ പറയാ? അഫിൻ പറഞ്ഞു അല്ലെ? ഇനി ആരാ? അഫിൻ പറഞ്ഞോ. അഫിനെ എത്ര വരും? ഇനി യു കണ്ടുപിടിക്കാൻ 5/150 ചെയ്യണോ? ഇവിടെ പോയിട്ട് 5/150 ചെയ്യാൻ പോണോ? നമ്മളോട് ആരും 1/u ചോദിച്ചിട്ടില്ല. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് യു ആണ്. അപ്പൊ 150/-5 വരും. എത്ര വരും? -30 സെന്റിമീറ്റർ. അതായത് ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്ന 30 സെന്റിമീറ്റർ മാറിയിട്ടാണെന്ന് കിട്ടും. ശരിയല്ലേ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ബി പാർട്ട് ചെയ്തോ. എ പാർട്ട് ചെയ്ത് കഴിഞ്ഞവര് ബി പാർട്ട് ചെയ്തോ. എന്നിട്ട് ആൻഡ്രൈസ് ചെയ്തോ. ഇത് ശരിയായ എത്ര വരണം കൈവയ്ക്ക്? -30 കിട്ടിയവർ എത്ര പേരുണ്ട്? ഓക്കെ. വെരി ഗുഡ്. അപ്പൊ അവിടെ എഴുതി വെച്ചത് നല്ല കേട്ടോ. ഇത് കിട്ടിക്കഴിയുമ്പോഴേ ഒബ്ജക്ട് ഷുഡ് ബി കെപ്റ്റ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 30 സെന്റിമീറ്റർ എന്ന് എഴുതി വെച്ചാൽ നല്ലതാണ്. നമ്മൾ ഇവരുടെ UV എന്നൊക്കെ എഴുതി കഴിഞ്ഞിട്ട് ലാസ്റ്റ് കേട്ടോ ഇതൊക്കെ എന്താന്ന് അവർക്ക് ഇപ്പൊ നോക്കുന്ന ആൾക്ക് അറിയില്ല എന്നുള്ള രീതിക്ക് വേണമല്ലോ നമ്മൾ എഴുതാൻ. അപ്പോ U = -30 എന്ന് ഇട്ട് കഴിഞ്ഞിട്ട് ലാസ്റ്റ് എഴുതി വെക്കുക എന്താണ്? സോ ദ ഒബ്ജക്ട് ഷുഡ് ബി, അല്ലെങ്കിൽ ബ്രാക്കറ്റിൽ എഴുതിയാലും മതി. സോ ദ ഒബ്ജക്ട് ഷുഡ് ബി പ്ലേസ്ഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 30 സെന്റിമീറ്റർ ഫ്രം ദ ലെൻസ്, അല്ലെങ്കിൽ ടു ദ ലെഫ്റ്റ് ഓഫ് ലെൻസ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തോ. ഓക്കെ. കഴിയുന്നവരെ അണ്ടർസ്റ്റാൻഡ് ചെയ്തോ. ഹൈറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ? ഹൈറ്റ്.
കഴിഞ്ഞോ? ഓക്കെ. അപ്പൊ നമുക്ക് ഇപ്പൊ ഈ ഓൾറെഡി നമുക്കിപ്പോ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ഇമേജ് ഡിസ്റ്റൻസും അറിയാം അല്ലെ. ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് 30 അല്ല, ഒബ്ജക്റ്റ് ഇമേജ് ഡിസ്റ്റൻസ് 15 ആണെന്ന് അറിയാം. ഇപ്പൊ ഒരു കോൺവെക്സ് ലെൻസ് ആണെങ്കിൽ ഇമേജ് ഡിസ്റ്റൻസ് 15 അല്ലെ, ഇമേജ് ഡിസ്റ്റൻസ് 15 ആണെന്ന് നമുക്കറിയാം. അതുപോലെ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് 30 ആണെന്ന് നമുക്കറിയാം. അതിന്റെ കൂടെ തന്നെ അവർ പറഞ്ഞേക്കുവാണ് ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് എത്രയാണെന്ന്, 3 സെന്റിമീറ്റർ ആണെന്ന്. ചെയ്യാണ്ട് എത്ര പേർക്ക് മനസ്സിലാക്കാൻ പറ്റും ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് അല്ല ഇമേജിന്റെ ഹൈറ്റ്? ഈ പ്രോബ്ലം ചെയ്തു നോക്കാണ്ട് എത്ര പേർക്ക് മനസ്സിലാക്കാൻ പറ്റും? കൈപൊക്കെ. ഈ പ്രോബ്ലം ഇനി ചെയ്യാണ്ട് ഈ ഇമേജിന്റെ ഹൈറ്റ് എത്രയാണെന്ന് എത്ര പേർക്ക് മനസ്സിലാക്കാൻ പറ്റും? കൈപൊക്കിക്കോ. ഫാത്തിമ സുബൈറിന് മനസ്സിലാവില്ല, അച്ചുവിന് മനസ്സിലാവില്ല. കൈതാത്തിക്ക്. അച്ചു മനസ്സിലാവില്ല ഇതിന്റെ ഹൈറ്റ് എത്രയാന്ന്? അത് ഡിസ്റ്റൻസിന് എന്ത് സംഭവിച്ചു? ഡിസ്റ്റൻസ് എത്രയായിട്ട് മാറി? ഡിസ്റ്റൻസ് എത്രയായിട്ട് മാറി? ഡബിൾ. 30ന്റെ ഡബിൾ ആണോ 15? അല്ല, ഹാഫായി. ഹാഫ് ആയിട്ട് മാറി. അപ്പൊ 3 എന്തായിട്ട് മാറും? ഹാഫ് ആവും. ഇത് പ്രൊപ്പോർഷണൽ ആണ്. ഓക്കെ, 1.5 സെന്റിമീറ്റർ ആയിരിക്കും. ഇത് വേണേ ചെയ്തു നോക്കിക്കോ. ചെയ്തു നോക്കിയല്ലോ അല്ലെ. 1.5 ആയിരിക്കും കിട്ടുക. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഇതിനകത്ത് എന്താ വെച്ചു നമ്മൾ ആദ്യം കണ്ടുപിടിക്കുക? ഫസ്റ്റ് എന്താ കണ്ടുപിടിക്കുക? മാഗ്നിഫിക്കേഷൻ. മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കണം അല്ലെ. m ഈസ് ഈക്വൽ ടു ഏതാ ഇക്വേഷൻ? v/u. v/u വെച്ചിട്ട് മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കുക. അപ്പൊ എത്ര വരും? 15/-30 എത്ര വരും? 1/-2. അല്ലെങ്കിൽ -1/2 എന്ന് കിട്ടും. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്? ഹൈറ്റ് കണ്ടുപിടിക്കണം അല്ലെ. m ഈസ് ഈക്വൽ ടു hi/ho. അപ്പൊ -1/2 ഈക്വൽ ടു hi നമുക്ക് അറിയില്ല, കണ്ടുപിടിക്കാനുള്ള അവർ തരൂല. ho 3 ആണ്. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ഇത് നേരെ മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? അല്ലെ, ഇതിനെ അങ്ങോട്ട് വിട്ടാ പോരെ? ഇതിനെ അങ്ങോട്ട് വിടാന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അല്ലെങ്കിൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ പഠിച്ചേക്കണവർക്ക് അങ്ങനെ ചെയ്യാം. ഇത് അങ്ങോട്ടും ഇങ്ങോട്ട് ക്രോസ് ചെയ്യാം. -1 ഇൻറ്റു പറഞ്ഞുതരാം. മൈനസ് ഇനി ഡിനോമിനേറ്റർ ആദ്യം ഈ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും. ഓക്കെ, അപ്പൊ -1 ഇൻറ്റു 3 ഈക്വൽ ടു ഇനി അപ്പുറത്തെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും നമ്മൾ ആ ഫ്രാക്ഷൻ ആഡ് ചെയ്യാൻ ചെയ്ത പോലെ hi ഇൻറ്റു 2. ഓക്കെ, ഇനി നേരെ ഡിനോമിനേറ്റർ ചെയ്യാൻ പോകരുത് കേട്ടോ. ഇത് ഫ്രാക്ഷൻ ആഡ് ചെയ്യുന്നതല്ല, ഇത് വേറെ പരിപാടിയാണ്. എന്താ പറയാ, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഓക്കെ, മാത്രമേ ഉള്ളൂ. ഇത് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? -1 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ -3 ആണ്. -3 എന്ന് പറഞ്ഞാൽ hi ഇൻറ്റു 2 ആണ്. അതായത് hi എന്ന് പറയുന്നത് -3യുടെ ഹാഫ് ആണ്. ഡിവിഷൻ അല്ലേ, ഇത് അങ്ങോട്ട് വിടുമ്പോൾ ഡിവൈഡ് ചെയ്യും. ഓക്കെ, ഈക്വൽ ടു അങ്ങോട്ടും ഇങ്ങോട്ടും ഇടുമ്പോഴൊക്കെ സൈൻ മാറ്റാൻ ഓർത്തോളണം. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ അവിടെ ഡിവിഷൻ, ഇവിടെ അഡീഷൻ ആണെങ്കിൽ അവിടെ സബ്സ്ട്രാക്ഷൻ ആയിരിക്കും ചെയ്യുക. ഓക്കെ, -1.5 എത്ര പേർക്ക് കിട്ടി? -1.5 സെന്റിമീറ്റർ എന്ന് കൈവെക്കാവോ? -1.5 സെന്റിമീറ്റർ. ഓക്കെ, അടുത്ത ഇമേജിന്റെ പ്രത്യേകതകളാണ് ചോദിച്ചേക്കുന്നത് അല്ലെ. മാഗ്നിഫിക്കേഷന്റെ വാല്യൂ അറിയാമെങ്കിൽ പിന്നെ എന്താ കുഴപ്പം? പറഞ്ഞോ. 15/30 എങ്ങനെ ഡിവൈഡ് ചെയ്യണമെന്ന് കാണിച്ചിട്ടോ? 15/30. അത് ഞാൻ ചെയ്തപ്പോ എന്താ 15-ല് 2 30-ല് 2 50 ഉണ്ടെന്ന് എനിക്ക് അറിയാലോ. ഞാൻ കട്ട് ചെയ്ത് എഴുതിയത്. അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യാൻ വേണ്ടിട്ട് ഇങ്ങനെ പോവാ 15/30. അപ്പൊ ഡെസിമലാ കിട്ടുള്ളൂ. കട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഫ്രാക്ഷൻ കിട്ടും, അല്ലെങ്കിൽ ഡെസിമൽ കിട്ടും. ഡെസിമൽ കിട്ടുവാണെങ്കിൽ എത്ര കിട്ടും? ഇത് പോവില്ല. അപ്പൊ നമ്മളൊരു പോയിന്റ് ഇട്ട് കൊടുക്കും, ഒരു 5. അപ്പൊ 5 വരും അല്ലെ, 0.5 വരും. ഓക്കെ, 0.5. അങ്ങനെ വരുമ്പോൾ മാഗ്നിഫിക്കേഷന്റെ വാല്യൂ നിങ്ങൾ ഇവിടെ 0.5 ഈക്വൽ ടു hi/ho എന്ന് വരും. hi/3 എന്ന് വരും. മൈനസ് ആട്ടോ, മൈനസ്. അതായത് hi ഈക്വൽ ടു 3 ഇൻറ്റു 0.5 എന്ന് വരും. 3 ഇൻറ്റു -0.5 എന്ന് പറഞ്ഞാൽ -1.5 സെന്റിമീറ്റർ. ഇങ്ങനെ ചെയ്താൽ ആൻസർ കിട്ടും. ഓക്കെ, സംശയങ്ങളോട് ചോദിച്ചു വേറെ ആർക്കെങ്കിലും? തെറ്റിയവരാരോ? ഒന്ന് കൈവക്കി. തെറ്റിയവരൊന്ന് കൈവക്കി. ഇതിൽ തെറ്റ് പറ്റിയവർ പറഞ്ഞോ. ബോബി, എവിടെ തെറ്റിയേ? സാർ അത് v/u ഇല്ലേ, അവിടെ 15/10 എഴുതുമായി ആദ്യത്തെ ഫോക്കൽ ലെങ്ത്.
ഓക്കെ. പിന്നെ ബാക്കി ആരാ? വേറെ ആരാ തെറ്റിയത്? അത് ശ്രദ്ധിച്ച് കേട്ടോ, പ്രോബ്ലം ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച്. വേറെ ആരാണ് തെറ്റിയവര്? ബാക്കി എല്ലാവർക്കും 1.5 കിട്ടിയോ? -1.5 എല്ലാവർക്കും കിട്ടി. ഓക്കെ. അടുത്ത അതിന്റെ പ്രത്യേകതയാണ്. പ്രത്യേകത കണ്ടുപിടിക്കാൻ നമുക്ക് ആ -1/2 എന്ന് പറഞ്ഞ വാല്യൂ തന്നെ അതിന്റെ പ്രത്യേകതകൾ കിട്ടും അല്ലേ സാറാ? സാർ എന്ന് പറഞ്ഞ എന്തൊക്കെയാ പ്രത്യേകത? m = -1/2 എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ പ്രത്യേകത മനസ്സിലാവും. നമ്മളത് പഠിച്ചാണ് അല്ലെ? പറഞ്ഞോ സഹറ, പറഞ്ഞോളൂ. The height of image is half of that of the object. അതായത് ഒബ്ജക്റ്റ് ഇമേജ് ഡിമിനിഷ്ഡ് ആണെന്ന് അല്ലെ? ഓക്കെ. പിന്നെ എന്ത് മനസ്സിലാക്കാൻ പറ്റും? റിയൽ ആണ്, ഇൻവെർട്ടഡ് ആണ്. റിയൽ ആണ്, ഇൻവേർട്ടഡ് ആണ് അല്ലെ? ഓക്കെ, എഴുതിക്കോ. റിയൽ, ഇൻവേർട്ടഡ് ആണ്, ഡിമിനിഷ്ഡ് ആണ്. ബ്രാക്കറ്റിൽ എഴുതിക്കോ. സൈസ് ഓഫ് ദ ഇമേജ് ഈസ് ഹാഫ് ദ സൈസ് ഓഫ് ദി ഒബ്ജക്റ്റ്. കുറച്ചുകൂടെ നന്നായിട്ടൊക്കെ വിശദീകരിച്ചൊക്കെ എഴുതണം എന്നുള്ളവർക്ക് എഴുതാം. ദ നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ദി ഇമേജ് ഫോംഡ് ഈസ് റിയൽ. ഓക്കെ, നെഗറ്റീവ് സൈൻ ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? ഇമേജ് റിയൽ ആണെന്നുള്ളത്. ഓക്കെ. ആൻഡ് വാല്യൂ, മാഗ്നിഫിക്കേഷന്റെ ആ വാല്യൂ, അതായത് ആ മാഗ്നിറ്റ്യൂഡ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന, വാല്യൂ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന എന്താണ്? ഇത് എത്ര ടൈംസ് ലാർജർ ആണെന്നാണ്. 1/2 ടൈംസ് ലാർജർ ആണെന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് അത് സ്മോളർ ആണെന്നാണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, പിടിച്ചോ അടുത്ത ക്വസ്റ്റ്യൻ. Okay. An object of height 6 centimeter is placed. An object of height an object of height 6 centimeter is placed in front of a convex lens of focal length, in front of a convex lens of focal length, in front of a convex lens of focal length 20 centimeter at a distance of 30 centimeter. Object of placed in front of a convex lens of focal length 20 centimeter. At a distance of 30 centimeter. At a distance of 30 centimeter. Okay. നിങ്ങളുടെ ലെറ്റേഴ്സ് അസസിൽ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ടു ദ ഇമേജ് ഫോംഡ്. വാട്ട് ഈസ് ദ ഇമേജ് ഡിസ്റ്റൻസ് എന്ന് എഴുതിയാലും മതി. വാട്ട് ഈസ് ദ ഇമേജ് ഡിസ്റ്റൻസ്? Image distance. Second question, what is the nature of image? What is the nature of image? Third question, what is the height of image? What is the height of the image? ഓക്കെ, അത് തന്നെ ഏത് ലെൻസ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. ഇത് തന്നിരിക്കുന്നത് കോൺവെക്സ് ലെൻസ് ആണ്. ഓക്കെ, ഒരു കോൺവെക്സ് ലെൻസ് വരച്ചിട്ട് ഒബ്ജക്റ്റ് ഒരു എത്ര സെന്റിമീറ്റർ മാറ്റിയിട്ടാണ് വെച്ചിരിക്കുന്നത് നോക്കുക. അതുപോലെ വേറെ എന്താ ക്വസ്റ്റ്യൻ തന്നേക്കുന്നത്? ഫോക്കൽ ലെങ്ത് തന്നിട്ടുണ്ട്. F1 മാർക്ക് ചെയ്തേക്കാം. ഫോക്കൽ ലെങ്ത് തന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഐഡിയ കിട്ടും, എന്ത് ഇമേജ് ആണെന്നും ഐഡിയ കിട്ടും. റിയൽ ആണോ വിർച്വൽ ആണോ ഫോം ചെയ്യുന്നതെന്ന്. ഫോക്കസിന്റെ ഫ്രണ്ടിലാണെങ്കിൽ, ഫോക്കസിന്റെ ബാക്കിലാണെങ്കിൽ റിയൽ ഇമേജ് ആയിരിക്കും. ഫോക്കസിന്റെ ഫ്രണ്ടിലാണെങ്കിൽ വിർച്വൽ ഇമേജ് ആയിരിക്കും. അതുകൊണ്ടാണ് F മാർക്ക് ചെയ്തോളാൻ പറഞ്ഞത്.
അപ്പൊ പിന്നെ തെറ്റാനുള്ള ചാൻസ് കുറയും. ഓക്കെ, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ നല്ലതാണ്. ഫാത്തിമത്ത് ഷെർബാന്റെ വീഡിയോ ഓഫ് ആണല്ലോ. ഫാത്തിമത്ത് ഷെർബാൻ ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. വീഡിയോ കിട്ടുന്നില്ല, വീഡിയോ കിട്ടുന്നില്ല. അതുപോലെ അഫ്നാന്റെ വീഡിയോ കിട്ടുന്നില്ല. അഫ്നാൻ ഇപ്പൊ ഓക്കെ. അഫ്നാൻ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് ഓഫ് ചെയ്താണ്. ഫാത്തിമയുടെ എന്താണ് കിട്ടുന്നില്ല? ഒന്ന് ലെഫ്റ്റ് ആയിട്ട് ജോയിൻ ചെയ്ത് ഫാത്തിമ. ക്വസ്റ്റ്യൻ ചെയ്തവരെ ആൻഡ്രൈസ് ചെയ്ത് വെച്ചോട്ടാ. ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞവർ ആൻഡ്രൈസ് ചെയ്ത് വെച്ചോ. ഇപ്പൊ കിട്ടുന്നുണ്ട്, പിന്നെ ഓഫായി. ചെയ്ത് കഴിഞ്ഞവർ ആൻഡ്രൈസ് ചെയ്തോളൂ. സാർ ഒബ്ജക്ട് ഡിസ്റ്റൻസ് ആണ് പറഞ്ഞോ. 30 സെന്റിമീറ്റർ എന്ന് പറഞ്ഞ് തന്നേക്കണേ. ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ഒബ്ജക്റ്റ് an object of height placed in convex lens of focal length 20 centimeter of 30. Okay, at a distance of 30. കിട്ടിയോ? ഓക്കെ, എത്രയാണ് കിട്ടിയത്? ഹാരിസിന് എത്ര കിട്ടിയേ? ഹാരിസിന്റെ ആൻസർ കിട്ടിയേ? കിട്ടിയില്ല. കിട്ടുന്നാട്ടെ. ഡൺ, കഴിഞ്ഞു.
ഓക്കെ, എല്ലാരും കഴിഞ്ഞോ? ആരാ ഇനി മുഹമ്മദ് അൻഷിദിന് കിട്ടുന്നില്ല? അൻഷിദ ഞാൻ ചെയ്തോണ്ടിരിക്കും സാർ. അൻഷിദ് പറഞ്ഞോ. ഏതാ ഫസ്റ്റ്? ക്വസ്റ്റ്യനോ? അതിന് ഇത്ര സമയം വേണോ ചെയ്യാൻ? അമീൻ ഷാജി ഹാൻഡ് റൈസ് ചെയ്തിട്ടില്ലല്ലോ. എഹി ഹാൻഡ് റൈസ് ചെയ്തിട്ടില്ല. അരീന, ഫാത്തിമ പി ഇവരൊന്നും ഹാൻഡ് റൈസ് ചെയ്തിട്ടില്ലല്ലോ. ഇത് എഹിയ പറഞ്ഞോ, ചെയ്തു കഴിഞ്ഞ? എഹിയ ചെയ്തു കഴിഞ്ഞോ? ഇല്ല. ഇനി ചെയ്ത് ഞാൻ പറഞ്ഞോളാം കേട്ടാ. ഇനി ചെയ്യാത്തവരോട് ശ്രദ്ധിച്ചോ. ഇവിടെ നോക്കോ. എഹിയ തന്നെ പറഞ്ഞു. എഹിയ നമുക്ക് എങ്ങനെ ചെയ്യാം ഇത്? ആദ്യം ഇമേജ് ഡിസ്റ്റൻസ്, ഒബ്ജക്ട് ഡിസ്റ്റൻസ് ഒക്കെ നോക്കാം അല്ലെ. അതിൽ തന്നിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, വെയിറ്റ് ചെയ്യേ. ബോർഡ് വന്നോളൂ. ഓക്കെ, ഐഹി എന്ന് പറഞ്ഞ ഇതിനകത്ത് എന്തൊക്കെ തന്നിട്ടുണ്ട്? An object is 6 ന്റെ പറഞ്ഞോ. സാറിന്റെ വോയിസ് ഇട്ടാവുണ്ടോ? വോയിസ് കട്ടാവുന്നുണ്ടോ? എന്റെ സൗണ്ട് ക്ലിയർ ആണോ ഹന, ഫാത്തിമ? ഇങ്ങനെ വെയിറ്റ് ചെയ്യട്ടോ. ഓക്കെ, ഇവിടെ ശ്രദ്ധിച്ചോ. യഹിയ പറഞ്ഞോ, നമ്മൾ എവിടെയാ പറഞ്ഞു നിർത്തിയേ? യഹിയ പറഞ്ഞോ. യഹിയ രക്ഷപ്പെട്ടു വിചാരിച്ചിരിക്കുന്നു അല്ലേ? പറഞ്ഞോ. ഫോക്കൽ ലെങ്ത് വെയിറ്റ് ചെയ്തിട്ട് നോക്കട്ടെ. ഓക്കെ, വന്നു. അതിനകത്ത് എന്താ ഹൈറ്റ് എത്രയാ? ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് ആണോ ഇമേജിന്റെ ഹൈറ്റ് ആണോ യഹിയ തന്നേക്കുന്നത്? ഒബ്ജക്റ്റിന്റെ ഹൈറ്റ്. അതെങ്ങനെയാ? HO എന്നാണോ HI എന്നാണോ എഴുതുക?
H1. എനിക്ക് ഇങ്ങനെ സംശയം അതാ ഈ ചോദിക്കണേ കേട്ടോ. അപ്പൊ ഇത് +6 ആണോ -6 ആണോ? +6. +6 ആണോ? ഓക്കെ. ഇനി പ്ലേസ്ഡ് ഇൻ ഫ്രണ്ട് ഓഫ് എ കോൺവെക്സ് ലെൻസ് ഓഫ് ഫോക്കൽ ലെങ്ത് എഫ് പോസിറ്റീവ് എടുക്കണോ നെഗറ്റീവ് എടുക്കണോ? എഫ് പോസിറ്റീവ് എടുക്കണോ നെഗറ്റീവ് എടുക്കണോ? പോസിറ്റീവ്. പോസിറ്റീവ്. എന്താ പോസിറ്റീവ് എടുത്ത നെഗറ്റീവ് എടുത്ത എന്താ കുഴപ്പം? കോൺവെക്സ് ലെൻസ്. അത് കോൺവെക്സ് ലെൻസ് ആയതുകൊണ്ട് എഫ് പോസിറ്റീവ് ആയിരിക്കും അല്ലെ? ഓക്കെ, കോൺവെക്സ് ലെൻസിന് എഫ് പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ ഇവിടെ എത്ര വരും? +20 സെന്റിമീറ്റർ എന്ന് വരും. പിന്നെ ഈ ഡിസ്റ്റൻസ് എന്താ? ഈ അവസാന ഒരു ഡിസ്റ്റൻസ് തന്നേക്കണ എന്താ? മറ്റേ ഒബ്ജക്റ്റിന്റെ ഡിസ്റ്റൻസ്. ഒബ്ജക്റ്റിന്റെ ഡിസ്റ്റൻസ് അല്ലെ? അപ്പൊ യു ആണോ വി ആണോ എഴുതുക? അത് യു. യു ആണ് എഴുതുക. ഓക്കെ, എടുക്കുക. യു ഈസിക്കൽ ടു എത്രയാണ് തന്നേക്കുന്നത്? യു ഈസിക്കൽ ടു എത്രയാണ്? 30 അല്ലെ? 30 പ്ലസ് ആണോ മൈനസ് ആണോ? അത് മൈനസ്. മൈനസ്. ഈ യു ഒക്കെ ചോദിക്കുമ്പോ അതെന്ന് പറഞ്ഞ് ചിന്തിച്ച് പോണ്ട കേട്ടോ. ചാടി പറഞ്ഞോണം മൈനസ് ആന്ന്. കറക്റ്റ് അല്ലേ? യു എന്ന് കേട്ട അപ്പൊ മൈനസാ. അത് മിററിലാണെങ്കിലും ലെൻസിലാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെ കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ആരോട് ചോദിക്കുക? ആദിൽ മുഹമ്മദ് പറഞ്ഞു. ആദിലെ ഒന്ന് പറഞ്ഞേ, ഇക്വേഷൻ ഒന്ന് പറഞ്ഞേ. ആദിലെ ഇക്വേഷൻ ഒന്ന് പറഞ്ഞേ. 1/f = 1/v - 1/f = 1/v - 1/u അല്ലെ? 1/v എത്ര അതിലെ? 1/v 1/v തന്നിട്ടില്ല. അത് കണ്ടുപിടിക്കാനുള്ള ഒരു തരൂല കേട്ടോ. അവര് പണ്ട് പോലെ അങ്ങനെയാണ്, കണ്ടുപിടിക്കാനുള്ള തരില്ല. ഓക്കെ, 1/v = 1/f + 1/u എന്ന് വരും. ഓക്കെ, 1/f എത്രയാ? 1/f 1/20. 1/20. 1/20 + 1/u എത്രയാ? 1/-30. 1/-30. ഇനിയാണ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ വരുന്നത് അല്ലെ? അൽസാബിത്ത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും. നമ്മൾ എടുക്കുന്ന അതിനകത്ത് കേട്ടോ. അൽസാബിത്ത് പറഞ്ഞോ. -30 -30 ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -30 എന്ന് വരും. പിന്നെ +1 +20 ഡിവൈഡഡ് ബൈ 3 × 2 ചെയ്താൽ മതി. 2 0 ഇട്ട് കൊടുത്താൽ മതി. 600. 600. മൈനസ് നെഗറ്റീവ് പോസിറ്റീവ് ആണ് മൾട്ടിപ്ലൈ നെഗറ്റീവ്. നെഗറ്റീവ്. ഇവിടെയൊക്കെ നിങ്ങൾക്ക് തെറ്റ് വരുന്നുണ്ട്, അതൊക്കെ ശ്രദ്ധിക്കണം. ഓക്കെ, ഇനി ഇത് എത്ര കിട്ടും? -30 20 കൂട്ടുമ്പോ എത്ര കിട്ടും? രണ്ട് നമ്പറിന് ഡിഫറൻറ്റ് സൈൻ ആണ്. എന്താ നമ്മൾ ചെയ്യാ? രണ്ട് നമ്പർ മൈനസ് ചെയ്യണം. അപ്പൊ 30 ന്ന് 20 കുറയ്ക്കണം. അപ്പൊ എത്ര കിട്ടും? 10 കിട്ടും. -10 ആണോ +10 ആണോ? -10. -10 കിട്ടും. അപ്പൊ -10/- 600 എന്നല്ല വരുന്നേ അല്ലെ? നമുക്ക് തിരിച്ചാണ് ചെയ്യേണ്ടത്. അപ്പൊ എന്ത് വരും? 60. 60 -600/- 10 എന്ന് വരുമ്പോ എത്ര വരും? ഡിവൈഡ് ചെയ്യുമ്പോ പറഞ്ഞോ. ശരിയാ? 60 സെന്റിമീറ്റർ. 60 സെന്റിമീറ്റർ. ഓക്കെ, നമ്മൾ എന്താ വി ആണ് കണ്ടുപിടിക്കുന്നത്? ഞാൻ ഫോക്കൽ ലെങ്ത് ആണെന്ന് വിചാരിച്ചു. ഓക്കെ, വി ആണല്ലേ? ഓക്കെ, അപ്പൊ കറക്റ്റ്. അത് ഞാൻ ഫോക്കൽ ലെങ്ത് 60 എന്നൊക്കെ പറഞ്ഞപ്പോ നോക്കി. ഓക്കെ, വി ആണല്ലേ? ഓക്കെ, അപ്പൊ കുഴപ്പമില്ല. കഴിഞ്ഞല്ലോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എഴുതാം. ഒരു ക്വസ്റ്റ്യൻ കൂടെ എഴുതി നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം കേട്ടോ. പിടിച്ചു ക്വസ്റ്റ്യൻ. ബിയും സിയും പറഞ്ഞില്ല. അയ്യോ, ബിയും സിയും പറയാം. ഓക്കെ, നിങ്ങൾ ക്ലാസ്സിൽ ശ്രദ്ധിക്കേണ്ടെന്ന് അറിയാൻ വേണ്ടിട്ട് ഇതൊക്കെ കേട്ടോ. ഓക്കെ, ബിയും സിയും പറഞ്ഞില്ല അല്ലെ? ബി എന്താ ക്വസ്റ്റ്യൻ? വാട്ട് ഈസ് ദ നേച്ചർ ഓഫ് ഇമേജ്? എന്തൊക്കെയാ നേച്ചർ? അഫ്നാൻ അറിയാം. അഫ്നാൻ എല്ലാം അറിയാം. അഫ്നാൻ പറഞ്ഞോ, എന്തൊക്കെയാ നേച്ചർ? റിയൽ ഇൻവേർട്ടഡ്. റിയൽ ആണ്, ഇൻവേർട്ടഡ് ആണ്, അത്രയും കിട്ടും അല്ലെ? സൈസിന്റെ കാര്യം നമുക്ക് എന്ത് വെച്ച് പറയാം? ഹൈറ്റ് ഒക്കെ നോക്കിയിട്ട്, അല്ലെങ്കിൽ ഇവിടുന്ന് തന്നെ വേണമെങ്കിൽ സൈസും പറയാൻ പറ്റില്ലേ? വേണ്ട, സൈസ് നമുക്ക് ഹൈറ്റ് വെച്ച് പിന്നെ പറയാം അല്ലെ? അപ്പൊ എന്തൊക്കെ കിട്ടി? നമ്മൾ റിയൽ ആണ്, ഇൻവേർട്ടഡ് ആണ്, മാഗ്നിഫൈഡ് ആണെന്നുള്ള കാര്യം കൂടി വേണമെങ്കിൽ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, റിയൽ ഇൻവേർട്ടഡ് ആണോ കിട്ടുക? റിയൽ ഇൻവേർട്ടഡ് ആണ്, അത് തന്നെയാണ് കിട്ടുക. ഓക്കെ, അപ്പൊ റിയൽ ഇൻവേർട്ടഡ്. ഓക്കെ,
ഇനി അടുത്ത് ഹൈറ്റ് ഓഫ് ദി ഇമേജ് കണ്ടുപിടിക്കണം. എങ്ങനെയാ ദി ഹൈറ്റ് ഓഫ് ദി ഇമേജ് കണ്ടുപിടിക്കുക? m = hi/ho അല്ലെ? അറിയാനുള്ള ഒരേ ഒരു ഇക്വേഷൻ നമുക്ക് ഉള്ളൂ. നമ്മൾ ഇനി ചിന്തിക്കേണ്ട കാര്യം ഇതൊക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടോന്നാണ്. ഇത് രണ്ടും നമ്മുടെ കയ്യിൽ ഉണ്ടോന്നാണ് ആലോചിക്കുക. ഉണ്ടോ? എമ്മും എച്ച്ഒയും ഉണ്ടോ? ഇല്ല. ഇല്ല. ഏതാ ഇല്ലാത്ത? എം കണ്ടുപിടിക്കാൻ വേറൊരു ഇക്വേഷൻ ഉണ്ടല്ലോ അല്ലെ? v/u. ആ v/u. v എത്രയാ? 60. 60. u എത്രയാ? -30. -30. അപ്പൊ എത്ര കിട്ടും? -2. -2 കിട്ടും. ഓക്കെ. എന്താ? ആ -2 കിട്ടും. എന്നിട്ട് എന്ത് ചെയ്യുക? ഈ -2 ആണ് നമ്മൾ മാഗ്നിഫിക്കേഷനിൽ ഇട്ട് കൊടുക്കുക. അപ്പൊ ഇവിടെ എന്ത് വരും? -2 = hi അറിയില്ല ബൈ ho. ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് എത്രയാണ്? അരീന ഉക്രാൻ, ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് എത്രയാണ്? +6 ആണ് അല്ലെ? അപ്പൊ ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ. +6 ആണ് ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ്. ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് എത്ര കിട്ടുക? എത്ര ക്വസ്റ്റ്യനിൽ തന്നേക്കുന്നത്? ക്വസ്റ്റ്യനിൽ തന്നേക്കുന്നതാണത്. ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് എത്രയാണ്? ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് എത്രയാ? +6 അല്ലേ? +6 ആണ് തന്നേക്കുന്നത്. ആണോ ഫാത്തിമ? ഫാത്തിമ TN. അതെയോ? ഞാനെന്നാ അന്ന് ഞാൻ പറഞ്ഞ മാറിപ്പോയത്. ഇതിനകത്ത് 3 ആ കുഴപ്പമില്ല. നമുക്കിപ്പോ എത്രയാ? എന്താ കുഴപ്പം? നമ്മൾ 3 മാറ്റി 6 ആണെങ്കിൽ അപ്പൊ അവിടെ എന്ത് വരും? -12 എന്ന് വരും അല്ലെ? ഹൈറ്റ് ഓഫ് ദി ഇമേജ് = -12 സെന്റിമീറ്റർ. അപ്പൊ അവിടെ നിന്ന് നമുക്ക് ഒരു കാര്യം കൂടി മനസ്സിലാവും അല്ലെ? എന്തൊക്കെ മനസ്സിലാവും മുഹമ്മദ് അൻഷിദെ? മാഗ്നിഫിക്കേഷൻ 2 കിട്ടി. മാഗ്നിഫിക്കേഷൻ 2 കിട്ടിയാൽ തന്നെ എല്ലാം മനസ്സിലായി. മാഗ്നിഫിക്കേഷൻ 2 ന്ന് എന്തൊക്കെ മനസ്സിലാക്കാൻ പറ്റും? റിയൽ ആണ്, ഇൻവെർട്ടഡ് ആണ്, ഡിമിനിഷ്ഡ് ആണോ, മാഗ്നിഫൈഡ് ആണോ? പറഞ്ഞോ, അൻഷിദ് പറഞ്ഞോ. മാഗ്നിഫിക്കേഷൻ 2 ആണെങ്കിൽ എൻലാർജ്ഡ് ആണോ, ഡിമിനിഷ്ഡ് ആണോ? അൻഷിദ് ഒന്നും ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നില്ല കേട്ടോ. ഡിമിനിഷ്ഡ് അല്ല, ഇതാ ഈ പ്രശ്നം. ആമിന അഷ്റഫ് ഒന്ന് പറഞ്ഞു കൊടുത്തേ അൻഷിദിന്. എൻലാർജ്ഡ് ആണ്. 2 മാഗ്നിഫിക്കേഷന്റെ വാല്യൂ 2 കിട്ടിയിട്ട് ആ ഇമേജിന്റെ സൈസ് എന്താന്ന് ചോദിക്കുമ്പോൾ ഡിമിനിഷ്ഡ് എന്ന് പറയാമോ? 2 ടൈംസ് എന്നാണ്. അൻഷിദിനേക്കാൾ 2 ടൈംസ് ഒരു എന്തെങ്കിലും ഒന്ന് എന്റെ ഉണ്ടെന്ന് പറഞ്ഞാൽ അൻഷിദിനേക്കാൾ കുറവാണെന്നാണ് അതിന്റെ അർത്ഥം. അൻഷിദിനേക്കാൾ ബുദ്ധി അല്ലെങ്കിൽ അൻഷിദിനേക്കാൾ ഹൈറ്റ് മറ്റൊരാൾക്ക് 2 ടൈംസ് ഉണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അത് കുറവാണെന്നാണോ അതിന്റെ അർത്ഥം? അല്ലല്ലോ, 2 ടൈംസ് ആണ് കേട്ടോ. അത് മാറിപ്പോവല്ലേ? ഇത് എത്ര തവണ ഇത് തന്നെ പറയുന്നു. ഓക്കെ, എൻലാർജ്ഡ് ആണ്. enlarged. ഓക്കെ, റിയൽ ആണ്, ഇൻവേർട്ടഡ് ആണ്, enlarged ഇമേജ് ആയിരിക്കും ഫോം ചെയ്യുക. ഓക്കെ, ഇതാ അടുത്തൊരു ക്വസ്റ്റ്യൻ. അല്ലെ മാഗ്നിഫൈഡ് എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല കേട്ടോ. The nature of images formed by two lenses are given. Two lenses are given. Okay. Nature of images formed by 2 lenses are given. First one, erect, magnified and virtual image. Virtual, erect and magnified image എന്ന് എഴുതി. Virtual, erect and magnified image. ഒരു ലെൻസ് ഫോം ചെയ്യുന്നത് വിർച്വൽ ആയിട്ടുള്ള, ഇറക്റ്റ് ആയിട്ടുള്ള, മാഗ്നിഫൈഡ് ആയിട്ടുള്ള ഇമേജ് ആണ്. മറ്റൊരു ലെൻസ് ഫോം ചെയ്യുന്നത് ഇറക്റ്റ്, ഡിമിനിഷ്ഡ്, വിർച്വൽ, അതായത് വിർച്വൽ, ഇറക്റ്റ്, ഡിമിനിഷ്ഡ് ഇമേജ് ആണ്. വിർച്വൽ, ഇറക്റ്റ് ആൻഡ് ഡിമിനിഷ്ഡ് ഇമേജ്. ഡിമിനിഷ്ഡ് ഇമേജ്. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ടൈപ്പ് ഓഫ് ലെൻസ് ഈസ് യൂസ്ഡ് ഇൻ ഈച്ച് കേസ്? ഓരോ കേസിലും യൂസ് ചെയ്തിരിക്കുന്ന ലെൻസ് ഏതാണ്?
what type of lens is used in each case? ഇതൊക്കെ നിങ്ങളുടെ ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻസ് ആട്ടോ. ഇതൊക്കെ അതുകൊണ്ട് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസും ആണ്. ഓക്കെ, അതുകൊണ്ട് ഇത് അറിഞ്ഞിരിക്കും. ഇതിനാണ് ഞാൻ എപ്പോഴും ചോദിക്കുക. ഞാൻ ഇന്ന് രാവിലെ കൂടി ഈ ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള കാരണം അതാ അല്ലെ. ഇന്ന് രാവിലെ ഞാൻ ചോദിച്ചു വിർച്വൽ ഇറക്റ്റ് മാഗ്നിഫൈഡ് ഇമേജ് ഫോം ചെയ്യുന്ന ലെൻസ് ഏതാണ്, വിർച്വൽ ഇറക്റ്റ് ഡിമിനിഷ്ഡ് ഇമേജ്. ഇതിന്റെ കാരണം ഇതാണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാം, നമ്മുടെ മാർക്കും കൊണ്ട് പോകും. അറിഞ്ഞിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ബൈ യൂസിങ് വിച്ച് ടൈപ്പ് ഓഫ് ലെൻസ്, ബൈ യൂസിങ് വിച്ച് type of lens, by using which type of lens will we get an image having, will we get an image having same size as that of object, same size as that of object. ഒബ്ജക്റ്റിന്റെ അതേ സൈസിലുള്ള ഇമേജ് ഫോം ചെയ്യുന്ന ലെൻസ് ഏതാണ്? ഓക്കെ, അടുത്ത ഒരു ക്വസ്റ്റ്യൻ കൂടി അതിന്റെ താഴെ ഇതിനോട് ചേർന്ന് തന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. വാട്ട് ഈസ് ദ പൊസിഷൻ ഓഫ് ദ ഒബ്ജക്ട്, വാട്ട് ഈസ് ദ പൊസിഷൻ ഓഫ് ദ ഒബ്ജക്ട്? ആ സമയത്ത് ഒബ്ജക്റ്റിന്റെ പൊസിഷൻ എന്താണ്? അതിന്റെ കൂടെ തന്നെ കേട്ടോ, അതിന്റെ ബാക്കിയായിട്ട് വരുന്നതാണ് വാട്ട് ഈസ് ദ പൊസിഷൻ ഓഫ് ഒബ്ജക്ട്. ക്വസ്റ്റ്യൻ വായിച്ചോ, ആൻസർ എഴുതി വെച്ചോ. What is the position of object? കഴിഞ്ഞിട്ടാണോ? ഡൗട്ടാണ് ചോദിച്ചോ? കഴിഞ്ഞല്ല. ഓക്കെ, ഒന്ന് കഴിഞ്ഞവർ ഇതിന്റെ ആൻസർ കഴിഞ്ഞവരൊന്ന് ഹാൻഡ് റൈസ് ചെയ്ത് ചെയ്യുന്നതിനകത്ത് ഹാൻഡ് റൈസ് ചെയ്ത് വെക്കുക. പറഞ്ഞോ. സാർ, ഈ by using which type of lens will we get an image എന്നാണോ? ഇമേജ് അത് കഴിഞ്ഞിട്ട് തന്നെ എഴുതിയേക്കണേ. having same size as that of object, having same size as that of object. കഴിഞ്ഞു. ഓക്കെ, ഫാത്തിമ സുബൈർ, ഫസ്റ്റത്തെ ഏത് ലെൻസാ? കോൺവെക്സ്. എങ്ങനെ കോൺവെക്സ് ആണെന്ന് മനസ്സിലായേ? വലിയ ഇമേജ്, പിന്നെ വിർച്വൽ വിർച്വൽ മാഗ്നിഫൈഡ് ഇമേജ് ഫോം ചെയ്യുന്ന ഒരേ ഒരു ലെൻസ് കോൺവെക്സ് ആണ് കേട്ടോ. മാഗ്നിഫൈങ് ഗ്ലാസ്, വീണ്ടും പറയുന്നു, മാഗ്നിഫൈങ് ഗ്ലാസ് ആണ് കോൺവെക്സ് എന്ന് പറയുന്നത്. അപ്പൊ വലുതായിട്ടാണ് നമുക്ക് അകത്തോടി നോക്കിയാൽ കാണുന്നത്. വിർച്വൽ ഇമേജ് കാണേണ്ടത് വലുതായിട്ടാണ്. അതുകൊണ്ട് വിർച്വൽ ഇറക്റ്റ് മാഗ്നിഫൈഡ് ഇമേജ് ഫോം ചെയ്യുന്നത് കോൺവെക്സ് ലെൻസ് ആണ്. ഇനി വിർച്വൽ ഇറക്റ്റ് ആയിട്ടുള്ള ഡിമിനിഷ്ഡ് ആയിട്ടുള്ള ഇമേജ് നമ്മൾ നോക്കി കഴിയുമ്പോൾ കുഞ്ഞ് ഇമേജ് ഫോം ചെയ്യുന്ന ഏത് ലെൻസ് ആണ് ഫാത്തിമ ബീവി? ഏത് ലെൻസാ? കോൺകേവ് ലെൻസ്. കോൺകേവ് ലെൻസ് ആണ്. ഓക്കെ, അപ്പൊ എഴുതി വെക്കുക, വിർച്വൽ ഇറക്റ്റ് മാഗ്നിഫൈഡ് ഇമേജ് ഫോം ചെയ്യുന്നത് കോൺവെക്സ് ലെൻസ് ആണ്. വിർച്വൽ ഇറക്റ്റ് ആൻഡ് ഡിമിനിഷ്ഡ് ഇമേജ് ഫോം ചെയ്യുന്നത് കോൺകേവ് ലെൻസ് ആണ്. ഓക്കെ, നീ പറയണ്ടോ? ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ടല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഒന്ന് വായിച്ചേ ജീലാനി, അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. By using which type of lens will we get an image having same size as that of object? What is the position of the object? ഓക്കെ, നമുക്ക് ഏത് ലെൻസ് യൂസ് ചെയ്യുമ്പോഴാണ് ഒബ്ജക്റ്റിന്റെ അതേ സൈസിലുള്ള ഇമേജ് കിട്ടുക അല്ലെ? ഏത് ലെൻസ് യൂസ് ചെയ്യുമ്പോഴാണ് ജീലാനി? കോൺകേവ് ആണോ കോൺവെക്സ് ആണോ? കോൺവെക്സ് ലെൻസിലാണ് അല്ലെ? ഏത് കേസാ അത്? കോൺവെക്സ് ലെൻസിലാണ്. ഏത് കേസാണ്? ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് അറ്റ് സി. ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് അറ്റ് സി. ഓക്കെ, സിയില് ഒബ്ജക്റ്റ് വെക്കുന്ന കേസ്. കോൺകേവിലാണെങ്കിൽ എപ്പോഴും കുഞ്ഞ് ഇമേജ് ഫോം ചെയ്യുള്ളൂ. കോൺകേവിലാണെങ്കിൽ എപ്പോഴും കുഞ്ഞ് ഇമേജ് ആണ്. ഇതിന്റെ കേസിലാണ് റിയൽ ഇമേജ് പല സൈസിലുള്ളത് കിട്ടുന്നതും അതുപോലെ മാഗ്നിഫൈഡ് ആയിട്ടുള്ള വെർച്വൽ ഇമേജ് കിട്ടുന്നതും കോൺവെക്സ് ലെൻസിലാണ്. ഓക്കെ, ഇനി ഇതുവരെ പഠിപ്പിച്ചതിൽ എന്തെങ്കിലുമൊക്കെ സംശയമുള്ളവർ നിന്നോളൂ. ഓക്കെ, ഹാവ് എ നൈസ് ഡേ. ഓക്കെ, താങ്ക് യു. ഹാപ്പി ന്യൂ ഇയർ. Thank you, sir. Thank you, sir. Thank you, sir. Happy New Year. Thank you, sir.
ഞാനത് പറയണമെന്ന് വിചാരിച്ച മറന്ന് ലൈറ്റിന്റെ അടിക്കണ. ഇപ്പൊ കുഴപ്പമില്ല. ആ ഇടയ്ക്ക് ഒരു സമയമാകുമ്പോ ഭയങ്കര ലൈറ്റ് വരും. ആ ഇപ്പൊ കുഴപ്പമില്ല, ക്ലിയറാ.